അബ്ദുറഹ്മാനും VD സതീശനും ഒരു ബന്ധമുണ്ട്. ഞാൻ കണ്ട ഒരു ബന്ധം, രണ്ടാളും വളരെ സന്തോഷവാന്മാരായി ഈ അടുത്ത് മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. ഈ രണ്ടാളുകളും, ഒരാൾ മുഖ്യമന്ത്രിയായി വളരെ സന്തോഷം, മറ്റൊരാൾ ജയിൽ മോചിതനായി സന്തോഷം. ആരുടെ സന്തോഷമാണ് വലിയ സന്തോഷം? മുഖ്യമന്ത്രി എല്ലാവർക്കും ആവാൻ കഴിയില്ലല്ലോ. പക്ഷേ അയാൾ 20 വർഷത്തിന് ശേഷം അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം നാളുകളായി നമ്മൾ അനുഭവിക്കുന്നതാണ്, അല്ലേ? നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതേപോലെ തന്നെയാണ് നമ്മൾ വിചാരിക്കും ഒരു കാറ് വാങ്ങുന്നതോ, അല്ലെങ്കിൽ വലിയ ജോലി ലഭിക്കുന്നതോ, അല്ലെങ്കിൽ വലിയ ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നതോ, വലിയ മണിമാളിക കിട്ടുന്നതോ ഒക്കെയാണ് വലിയ സന്തോഷമെന്ന്. പക്ഷേ നമ്മൾ ഈ ശ്വസിക്കുന്ന ഓക്സിജനും, നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും, നമ്മുടെ ആരോഗ്യവും, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. പക്ഷെ അത് നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ്? നഷ്ടപ്പെടുമ്പോഴാണ്. മരണമുഖത്ത് നിന്നാണ് അബ്ദുറഹ്മാൻ കയറി വീഴുന്നത്. അപ്പോൾ അയാൾ കിട്ടിയ സന്തോഷം, ഇത് നമ്മൾ വർഷങ്ങളായി അനുഭവിക്കുന്ന സന്തോഷമാണല്ലോ. ഒരു പ്രവാസിക്ക് അയാൾ ചോദിച്ചാൽ മതി, വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം സ്വാദുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു പ്രവാസ ലോകത്ത് നിന്ന് ജീവിക്കുന്ന സമയത്താണ്. നാട്ടിലെ മഴ, നാട്ടിലെ കൂട്ടുകാർ, അതെല്ലാം ഒരു പ്രവാസിക്ക് വലുതായി തോന്നും. പക്ഷെ നാട്ടിൽ കാലങ്ങളായി അത് അനുഭവിച്ചിരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ആസ്വാദനം മനസ്സിലാവണമെന്നില്ല. ഇതേ രൂപത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും. പക്ഷേ ഒരു രോഗിയായ മനുഷ്യൻ, അയാൾക്കൊരു സ്വപ്നം മാത്രമേ ഉണ്ടാവൂ, എൻ്റെ രോഗമൊന്ന് മാറണം. ഒരു വെള്ളം കുടിക്കാൻ കഴിയാത്ത രോഗമുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ദാഹം മാറുന്നത് വരെ വെള്ളം കുടിക്കണമെന്നാണ് ആഗ്രഹം. ഇങ്ങനെയാണ് ഓരോരുത്തർ ആഗ്രഹങ്ങളും കാര്യങ്ങളും.